ഇന്ന് നമുക്ക് വേഗത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറി ഉണ്ടാക്കാവേ. അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് പറയാനുള്ളത്, എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുകയും ലൈക്ക് ഇടുകയും കമൻറ്റ് ഇടുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നമുക്ക് 1/2 കിലോ ചിക്കൻ ഉണ്ട്. ഇതിനെ നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാവേ. 1 സ്പൂണ് മുളക് പൊടി നമുക്ക് ചേർക്കാവേ. 1 സ്പൂണ് കാശ്മീരി മുളകും എരിവുള്ള മുളകും മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. 1/2 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാവേ. 1/2 സ്പൂണ് ചിക്കൻ മസാല ചേർക്കാവേ. അല്പം മഞ്ഞളും ചേർക്കാവേ. 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കാവേ. നമ്മളിവിടെ ഉപ്പിടാൻ മറന്നുപോയേ, അപ്പം നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ. നമ്മുടെ ചിക്കൻ കറിക്ക് നമ്മൾ കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. ഇതിലിപ്പോൾ 1/2 കിലോ തന്നെ കൊച്ചുള്ളിയും ഉണ്ട്. 1/2 കിലോ ചിക്കന് 1/2 കിലോ തന്നെ കൊച്ചുള്ളിയും ഉണ്ട്. പിന്നെ വെളുത്തുള്ളി, 3 പച്ചമുളക്, ഇഞ്ചി. നമുക്കിതെല്ലാം കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാവേ. ഇപ്പം നമ്മളിവിടെ എല്ലാം ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഒരുമിച്ചാക്കി കുക്ക് ചെയ്യാൻ തുടങ്ങാവേ. നമുക്ക് കുക്കർ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഓയിൽ ഓരോരുത്തർക്കും എത്ര വേണമോ അതുപോലെയാണ് ഒഴിക്കാൻ. ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി വഴണ്ട് വരാനായിട്ട് ഉപ്പ് ഇടുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാല മറ്റതിൽ മുളക് പൊടി ഇട്ടത് കൊണ്ട് തന്നെ ഇതിൽ നമ്മൾ 1 സ്പൂൺ മുളക് പൊടിയേ ഇടുന്നുള്ളേ. 1 സ്പൂണ് കൂടി മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മളതിൽ ചിക്കൻ മസാല ചേർത്തത് കൊണ്ട് ഇതിൽ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ചേർക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാവേ. നമുക്കിപ്പോൾ 1 തക്കാളി, കുറച്ച് വലിയൊരു തക്കാളി, അധികം ചെറുതാക്കാതെ ഒന്നരിഞ്ഞ് അതിൽ കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാവേ. ചിക്കനായ കാരണം വെള്ളം ഇനിയും ഉണ്ടല്ലോ, അതാണ്. ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാവേ. ഇത് കുക്കർ ആയതുകൊണ്ട് 1 വിസിൽ കേട്ടാൽ മതി. അല്ലാതെ സാധാരണയായിട്ട് പാത്രത്തിൽ വേവിക്കുകയാണെങ്കിൽ ഒരു 40-45 മിനിറ്റെങ്കിലും വെച്ചാലേ വേഗത്തുള്ളൂ.